ഹലോ, ഹെൽപ്മീൽ നടന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്താ, രാവിലെ തന്നെ ഗോതമ്പ് ദോശയാണ്. പല വീടുകളിലും ഗോതമ്പ് ദോശ സ്ഥിരമാണ്. ചിലർക്ക് ഗോതമ്പ് ദോശ ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാനിവിടെ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയുണ്ട്, ആ രീതി അത് പക്ഷേ ജോസാന് ഇഷ്ടമല്ല. ജോസാന് വേറെ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് വേണ്ടി മാവ് കലക്കുമ്പോൾ കട്ടയാകുന്നു, അങ്ങനെയുള്ളവർ മിക്കവാറും മിക്സിയിൽ ഇതടിച്ചെടുക്കാറുണ്ട്. അത് തെറ്റൊന്നുമില്ല, നല്ലതാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഈ വിസ്ക് ഉണ്ടെങ്കിലേ ഇതും കൊണ്ട് നമ്മൾ മാവ് കലക്കുകയാണെങ്കിൽ ഇവിടെ ഇച്ചിരി പോലും കട്ടയില്ലാതെ നന്നായിട്ട് നമുക്ക് കിട്ടും. ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഈ വിസ്ക് കൊണ്ട് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ദോശയ്ക്കായിട്ട് സാധാ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മാവ് ഒഴിച്ചു, തിരിച്ചും മറിച്ചും ഇട്ടു. ലേശം ബട്ടറാണ് മുകളിലിട്ട് കൊടുത്തിരിക്കുന്നത്. ബട്ടർ നല്ലതുപോലെ എല്ലായിടവും ഒന്ന് യോജിപ്പിച്ച ശേഷം ലേശം ടൊമാറ്റോ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്ത് സോസ് ഉണ്ടെങ്കിലും എടുക്കാം. ടൊമാറ്റോ സോസ്, പിസ്സ സോസ്, പാസ്ത സോസ്, ഷേസ്വാൻ സോസ്, എന്തുണ്ടെങ്കിലും അത് ഇച്ചിരി ഒന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഞാനിവിടെ വട്ടത്തിൽ നല്ല സ്റ്റൈലായിട്ട് കുറച്ച് ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയതാണ്, അത് ചെറുതായിട്ടൊന്ന് പീസാക്കി വെക്കാം. അത് കുക്കറിൽ ഒക്കെ വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിൽ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം തൊലി കളഞ്ഞെടുത്താൽ മതി. പിന്നെ ചേർക്കുന്നത് സവാളയുള്ളി. എൻ്റെ കയ്യിൽ ഇത്രയും വെജിറ്റബിൾസേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഇത്രയും എടുത്തുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് പുതിന ചട്നി, മല്ലിയില ചട്നി വേണമെങ്കിൽ ചേർക്കാം, പച്ചമുളക് ചതച്ചത് വേണമെങ്കിൽ ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് മാറ്റങ്ങൾ വേണമെങ്കിലും വരുത്താം. ഞാൻ ഇടയ്ക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റിൽ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഇതുപോലെ ബ്രെഡിനകത്തും നമ്മുടെ ദോശ അരിമാവ് കൊണ്ടുള്ള ദോശയുണ്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡിനകത്ത് ഇതുപോലെ ഇങ്ങനെ പീസാക്കാതെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ചീസും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതാണ് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ഇതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സാധാരണ ഞാൻ ചെയ്യുന്നത് തക്കാളിയും വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉരുളൻകിഴങ്ങൊക്കെ അതിനകത്ത് പൊടിച്ച് ചേർത്ത് മല്ലിയിലയും പുതിനയിലയും ഒക്കെ അതിനകത്ത് തന്നെ അരിഞ്ഞിട്ട് അതിനകത്ത് തന്നെ ചീസൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ആ മിക്സാണ് ഇതിനകത്തോട്ട് വെക്കുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് നമുക്ക് ചൂടോടെ കഴിക്കാൻ കൊള്ളത്തുള്ളൂ, തണുത്ത് കഴിഞ്ഞാൽ കൊള്ളില്ല. ഉണ്ടാക്കി അന്നേരം തന്നെ കഴിക്കണം. കാരണം ഇത് നമുക്ക് ഒരാൾക്കാണെങ്കിൽ 2 എണ്ണം കഴിക്കാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഹെർബ്സ് ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇവിടെ ഒറിഗാനോ ഇടുന്നുണ്ട്, ഇറ്റാലിയൻ ഹെർബ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പിസ്സ സീസണിങ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ ചൂടോടെ കഴിക്കണമെന്ന് പറഞ്ഞില്ല, ഞാനിവിടെ 2 എണ്ണം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഒരാൾക്ക് ഇത് ഇത്രയും ഫില്ലിങ് ഉൾപ്പെടെ 2 എണ്ണം കഴിക്കാൻ പറ്റില്ല. 1 എണ്ണം കഴിക്കുമ്പോഴേ വയറ് നിറയും. പക്ഷേ ചൂടോടെ കഴിച്ചില്ലെങ്കിൽ കൊള്ളത്തുമില്ല, പിന്നെ വെച്ചിരുന്നാലിട്ട് വേറെ ആരും കഴിക്കത്തുമില്ല. ഞാൻ തന്നെ തണുത്ത് കഴിക്കണമല്ലോ എന്ന് ഓർത്തൊരു വിധത്തിൽ 2 എണ്ണവും കഴിക്കേണ്ടി വന്നു. അപ്പോൾ ഒരാൾക്ക് 1 എണ്ണം ധാരാളമാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജോസാന് കണ്ണെടുത്ത കണ്ടുകൂടെ ഇത്, കാരണം ചീസ് ഉള്ളതൊന്നുമേ ജോസാന് ഇഷ്ടമല്ല. സാധാരണ എല്ലാവർക്കും ഈ ചീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ജോസാന് ഇഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു തട്ടിക്കൂട്ടെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. നിങ്ങളിങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ, അത്രയേ ഉള്ളൂ. ജോസിന് വേണ്ടി നമ്മുടെ നാടൻ ഗോതമ്പ് ദോശയ്ക്കകത്ത് മിക്സിങ് ഒക്കത്തില്ലേ, ആ മടക്കപ്പം എന്ന് പറയും, മടക്ക് ദോശ എന്ന് പറയും ഞങ്ങളുടെ ഇവിടെ. അതാണ് ജോസാന് വേണ്ടി ഉണ്ടാക്കുന്നത്. ജോസാന് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടോ മടക്ക് ദോശ എങ്ങനെ ഉണ്ടാക്കുന്നത്? സാധാരണ ദോശ ഉണ്ടാക്കുന്നത് പോലെ മാവ് കോരി ഒഴിച്ച് തിരിച്ചു മറിച്ചു വിട്ട ശേഷം അതിനകത്ത് ശർക്കരയും തേങ്ങയും ഏലക്കയും ജീരകം വേണേൽ ജീരകവും ഇടാൻ നല്ലതുപോലെ ഒന്ന് ഞെരിടിയ ശേഷം ഒരു സൈഡിൽ ആ മിക്സ് ചെയ്ത് വെച്ചിട്ട് മടക്കി തിരിച്ചു മറിച്ചു വിട്ട് എടുത്താൽ മതി. പലരും തേങ്ങയ്ക്ക് പകരം അവല് നനച്ചത് കൊണ്ടും ഇതുണ്ടാക്കാറുണ്ടേ. അതുപോലെ തന്നെ ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വെച്ചും ചെയ്യാറുണ്ട്.
അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് നാരങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ചിന്തിക്കും ഇപ്പോൾ എന്തോരം നാരങ്ങ അരിച്ച് അച്ചാറിട്ട് വെക്കുന്നതെന്ന്. ശരിയാണ്, കുറച്ച് കൂടുതൽ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഉള്ള സീസണിലല്ലേ ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ് ഈ അച്ചാറിടുന്നത്. എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം യാതൊരു പിശുക്കും കാണിക്കാതെ ഇഞ്ചി കുത്തിയരിഞ്ഞത്, വെളുത്തുള്ളി, കറിവേപ്പില. വെളുത്തുള്ളി വലുതൊക്കെ ചെറുതായിട്ട് കീറി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ, അതായത് നമുക്ക് അച്ചാറിന് ഇതൊന്ന് ഒത്തിരി അങ്ങ് മൂക്കണ്ട, ഒന്ന് വഴന്ന് വന്നാൽ മതി, ഒരു മുക്കാൽ പരുവം. ഒത്തിരി അങ്ങ് മൂത്ത് ക്രിസ്പി ആയാൽ അച്ചാറിന് ടേസ്റ്റ് കാണില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ഞാൻ ഒരിക്കലും അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാർ മസാല എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും, പിക്കിൾ മസാല. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ ബോംബെയിലെ ചേച്ചിയാണെങ്കിലും പുള്ളിക്കാരി ഇപ്പോൾ അച്ചാർ ബിസിനസ് ചെയ്യുന്നുണ്ടല്ലോ, ഒത്തിരി പേര് മേടിക്കുന്നുണ്ട്. അപ്പോൾ അവളാണെങ്കിലും അച്ചാർ മസാല മേടിക്കാറില്ല. ഞങ്ങൾ അല്ലാതെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയാണ്. നമ്മൾ അച്ചാർ മസാലയുടെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നമ്മൾ ഈ ചേർക്കുന്ന പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു മസാലയാണ് ഈ അച്ചാർ മസാല എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അപ്പോൾ പൊടിക്കായിട്ട് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്. കാരണം അതിന് നല്ല കളറും ഉണ്ട്, കൊഴുപ്പുണ്ട്. എരിക്ക് വേണ്ടി അല്ലാത്ത എരിയുള്ള ഒരു മുളക് പൊടി 1 ടീസ്പൂൺ അതും ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കായം, ഉലുവാപ്പൊടി. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് നാരങ്ങ അച്ചാർ ഇട്ടപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ചേച്ചി, നാരങ്ങ അച്ചാറിന് കയ്പ്പ് കുറയണമെന്നുണ്ടെങ്കിൽ എത്രയും കൂടുതൽ ഉലുവാപ്പൊടി ഇടുന്നോ അത്രയും കയ്പ്പ് കുറഞ്ഞിരിക്കുമെന്ന്. ഞാൻ പൊതുവെ നാരങ്ങ അച്ചാറിന് ഉലുവാപ്പൊടി വളരെ കുറവായിരുന്നു ഇടുന്നത്. എന്നാൽ ഇതിന് ഞാനൊരു 2 ടീസ്പൂണിൽ കൂടുതൽ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ എല്ലാ പ്രാവശ്യവും ഞാൻ വിനാഗിരി ചേർക്കാറില്ല. ഇപ്രാവശ്യം വിനാഗിരിയും ചേർത്തിട്ടുണ്ട്. കാരണം കുറച്ച് നാൾ കൂടുതൽ വെച്ചിരിക്കാനാണല്ലോ, കുറേ അച്ചാറുകൾ കൂടുതലുണ്ട്. അപ്പം ഈ വിനാഗിരിയുടെ ആണോ ഉലുവാപ്പൊടിയുടെ ആണോ എന്നറിയത്തില്ല, ഒട്ടുമേ കയ്പില്ല കേട്ടോ, അന്യായ ടേസ്റ്റാണ്. അപ്പം ഇത് എക്സ്പീരിയൻസ് ഉള്ളവർ തീർച്ചയായിട്ടും ഒന്ന് പറയണം ഈ ഉലുവാപ്പൊടിയുടെ ട്രിക്ക്. ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ അമ്മയുടെ അടുത്തും പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു, നാരങ്ങ അച്ചാറിന് കയ്പില്ലാതിരിക്കാൻ എത്ര ഉലുവാപ്പൊടി ചേർക്കുന്നോ അത്രയും നല്ലതാണെന്ന്. അമ്മ പറഞ്ഞു, അമ്മ അത്യാവശ്യം ഉലുവാപ്പൊടി ചേർത്ത് തന്നെയാണ് നാരങ്ങ അച്ചാർ വെക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു കാര്യം വിട്ടുപോയി, മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ടേ. അപ്പോൾ ഈ മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ അതിനകത്തേക്ക് ഈ നാരങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇന്നലെ രാത്രി തന്നെ നാരങ്ങ നന്നായിട്ട് ആവി കയറ്റി അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരുന്നതാണേ. നാരങ്ങ ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് ആവി വരണം, നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പും കായവും ഒക്കെ നമ്മൾ ടേസ്റ്റ് നോക്കി അതിൽ ഡിപ്പെൻഡാണ് കേട്ടോ. കാരണം ഓൾറെഡി നാരങ്ങ ഉപ്പിട്ടാണ് വെക്കുന്നത്. പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കായപ്പൊടി അതിൻ്റെ മണവും ഗുണവും ഒക്കെ നോക്കിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. നല്ല ഒന്നാം തരം അച്ചാറാണ് കേട്ടോ, എത്ര പറഞ്ഞാലും മതിയാവില്ല. ഞാൻ ഒരു ദിവസം മുഴുവൻ ഇതുപോലെ ചട്ടിയിൽ തന്നെ വെച്ചിരിക്കും. പിറ്റേന്നാണ് കുപ്പിയിലോട്ട് മാറ്റുന്നതേ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓൾറെഡി നാരങ്ങ കുപ്പിയിലോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. അതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം, അന്നേരം തന്നെ മാറ്റിയതല്ല. ഒരു ദിവസം ഫുൾ ഞാനിത് ചട്ടിയിൽ തന്നെ വെച്ചിട്ട് പിന്നാണ് കുപ്പിയിലോട്ട് മാറ്റുന്നത്. കുപ്പിയിലോട്ട് മാറ്റിയ ശേഷം സാധാരണ നല്ലെണ്ണയാണ് ഇച്ചിരി ചൂടാക്കി കുപ്പിയുടെ മുകളിൽ ഒഴിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ നല്ലെണ്ണ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒലിവ് ഓയിൽ തന്നെ ലേശം ചൂടാക്കി ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചതാണ്. യാതൊരു കാരണവശാലും പൂക്കത്തുമില്ല, കനക്കത്തുമില്ല. ഇതിന് മുമ്പത്തെ അച്ചാർ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്, ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല. ഇതുവരെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായി ആ അച്ചാർ ഇട്ടിട്ട്. ഇതുവരെ പൂപ്പല ഒന്നുമില്ല, പുറത്ത് തന്നെയുണ്ട്. ധാരാളം പേര് നമ്മുടെ അച്ചാർ ഇട്ട് വെച്ചിട്ട് ഒട്ടും പൂക്കുന്നില്ല ചേച്ചി, ഇതുപോലെ ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടേ. നനഞ്ഞ സ്പൂൺ ഇടാതിരുന്നാൽ മതി, ഇതുപോലെ ചെയ്താൽ പുറത്ത് തന്നെ കേടാവാതിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോഴേ ഒന്നും എടുക്കത്തില്ല കേട്ടോ. ഇത് കാരണം മറ്റേതുണ്ടല്ലോ, അത് തീർന്നിട്ടല്ലേ ഇത് എടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് എണ്ണ ഒഴിച്ച് ഇങ്ങനെ അടച്ച് പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും അല്ല. എന്തെങ്കിലും ഒരിക്കൽ കുറച്ച് നാൾ കഴിയട്ടെ, ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. ദിവസം സാധനം മേടിക്കാൻ പോയപ്പോൾ ഇതിരിക്കുന്നത് കണ്ടിട്ട് മേടിച്ചതാണ്. ചോളം ഞാൻ ബോംബെ വെച്ച് പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന്. കുക്കറിനകത്തൊക്കെ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഇത് മുറിച്ച് അതിനകത്തോട്ട് ഇട്ടിട്ട് 1-2 വിസിൽ അത്രയും മതി. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഇത് വെന്തിരിക്കും. എന്നിട്ട് കഴിക്കുന്നതിന് മുമ്പ് മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും നാരങ്ങ നീരൂടെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷേ ആ പ്രതീക്ഷയോടെ മേടിച്ചുകൊണ്ട് വന്നതാണെങ്കിലും ഇതിന് അങ്ങനെ ഒരു ടേസ്റ്റേ ഇല്ലായിരുന്നു. എനിക്കറിയില്ല ഇനി അവിടെ കിട്ടുന്നത് ഇവിടെ കിട്ടുന്നതും വ്യത്യാസമുണ്ടോ, അതാണോ, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. ഇതൊരുമാതിരി ചവറ് തിന്നുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇതിനി മുറ്റിപ്പോയത് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെന്താണ് ഒരുമാതിരി ഇല്ല ചവറ് തിന്നുന്നതൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു, ഒത്തിരി പച്ചക്കറികളൊക്കെ വേണമായിരുന്നു. അങ്ങനെ രാവിലെ പോയിട്ട് വന്ന ജീവിതഭാരം കൊണ്ട് പേറിക്കൊണ്ട് വന്ന ജോസേനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി നാളായി കപ്പ മേടിച്ചിട്ട് പോകുന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചാൽ നല്ല കപ്പ കിട്ടുവാന്നേ വേണോ? ഞാൻ പറഞ്ഞു നല്ലത് കിട്ടുവാന്നേ മേടിക്കും, നമുക്ക് പുഴുങ്ങി കഴിക്കാം. പക്ഷേ പുഴുങ്ങിയിട്ട് ഒട്ടുമേ വേവുന്നതല്ലായിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് പച്ചത്തക്കാളി കേട്ടോ. ഞാൻ എവിടെ കണ്ടാലും ഇത് തോരൻ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പച്ചത്തക്കാളിയുടെ തോരൻ. അപ്പോൾ പച്ചത്തക്കാളി ഉണ്ട്, വെണ്ടയ്ക്ക, പച്ചമുളക് ഇവിടെ ഒട്ടുമേ ഇല്ലായിരുന്നു. കാക്കടി എപ്പോൾ പോയാലും എനിക്ക് സലാഡ് ഇഷ്ടമായെടുത്ത് കാക്കടി മേടിക്കും. പക്ഷെ ഞാൻ ഈ എല്ലാം കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ള മടി കാരണം ഉണ്ടാക്കത്തില്ല എന്നുള്ളതാണ് വാസ്തവം. കോളിഫ്ലവർ, പച്ചക്ക, കറുക്ക എന്ന് പറയും, പൊന്തങ്ക എന്ന് പറയും. ഉരുളൻകിഴങ്ങ് ഇവിടെ അങ്ങനെ മേടിക്കാറേ ഇല്ല, പതിവേ ഇല്ല. എന്നാൽ ഇപ്പോൾ കുറേ പ്രാവശ്യമായി ജോസേൻ ഉരുളൻകിഴങ്ങ് മേടിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചത് തീരാറായി, ഇപ്പോൾ അത് അടുത്തത് മേടിച്ചു. തേങ്ങയും തീരാറായിരുന്നു, നല്ല പച്ച തേങ്ങയാണ് മേടിച്ചുകൊണ്ട് വന്നേ. പിന്നെന്തുവാ, സവാള, ക്യാരറ്റ്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കുറച്ച് മേടിക്കണേന്ന് ഞാൻ പറഞ്ഞായിരുന്നു, പക്ഷേ കൊച്ചുള്ളി കിട്ടിയില്ല. അപ്പോൾ ഇതൊരു സെക്ഷൻ. അടുത്ത സെക്ഷൻ ഏത്തയ്ക്ക, പച്ച ഏത്തയ്ക്കയും പഴുത്ത ഏത്തയ്ക്കയും കൂടെ മിക്സാണ്, ഒരുമിച്ച് തൂക്കി മേടിച്ചതായിരിക്കും. പിന്നെ ചുമന്ന ചീര, നല്ല ഫ്രഷ് ചീരയാണേ. ചീരയൊക്കെ കഴിവതും ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല. എന്ന് മേടിക്കുന്നോ അന്ന് തന്നെ അതിനെ എടുത്ത് തോരൻ വെക്കാറുണ്ട്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള സംഭവമാണ് നാട്ടിൽ വന്നാൽ കപ്പലണ്ടി. കേരളത്തിൽ തന്നെ ചില നാട്ടിൽ ഇതിന് നിലക്കടലയെന്നും പറയും. കാരണം കൊച്ചിലെ ഉണ്ടല്ലോ, കൊച്ചിലെ എന്നല്ല, ഞങ്ങൾ പപ്പ ഉള്ള സമയത്ത് എന്നും പുറത്ത് പോയിട്ട് വരുമ്പോൾ പപ്പ ഇതുപോലെ കപ്പലണ്ടി കൊണ്ടുവരുമായിരുന്നു. ആ പൊതിക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങാതെ കാത്തിരിക്കുമായിരുന്നു കപ്പലണ്ടിക്ക് വേണ്ടി, ചൂട് കപ്പലണ്ടി. ഇതും അതുപോലെ നല്ല ചൂട് കപ്പലണ്ടിയാണ്. പിന്നെ കപ്പലണ്ടി മുട്ടായി നമ്മുടെ ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്കും ഇഷ്ടമാണ് കപ്പലണ്ടി മുട്ടായി. അത് മാത്രമല്ല ഈ കപ്പലണ്ടി മുട്ടായി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മുന്തിരിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നാൽ ഉടനെ നല്ലതുപോലെ 1-2-3 വെള്ളത്തിൽ കഴുകിയ ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെക്കണേ. അതിൻ്റെ വിഷാംശങ്ങളൊക്കെ ഇല്ലാതാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും അറിയില്ല, പക്ഷേ എത്രത്തോളം കഴുകിയെടുത്ത് യൂസ് ചെയ്യാമോ അത്രയും നല്ലത്. ഞാനപ്പോൾ ഇങ്ങനെ കഴുകിയിട്ട് അന്നേരം തന്നെ കുറച്ച് ഉപ്പിട്ടങ്ങ് വെക്കും. അതുപോലെ തന്നെ ബാക്കി ഫ്രൂട്ട്സ് ആയാലും ഇതുപോലെ കഴുകി കുറച്ച് ഉപ്പിട്ട് വെച്ച ശേഷമാണ് ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. നല്ല ഒറിജിനൽ പാലക്കാടൻ പാവയ്ക്ക സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളതൊന്ന് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണ്, പാവയ്ക്ക സാമ്പാറും അല്ല മറ്റേ സാമ്പാറും അല്ല, ആ രീതിയിലൊരു സാമ്പാറാണ്. കാരണം എൻ്റെ കയ്യിൽ കുറച്ച് പാവയ്ക്കയുണ്ട്. ഇപ്പം മേടിച്ചുകൊണ്ട് വന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങളും കുറച്ചുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഉള്ളതെല്ലാം കൂടി ഇട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ. എൻ്റെ ഈ റെസിപ്പികൾ കണ്ടിട്ട് ചില അമ്മമാർ എനിക്ക് വാട്സപ്പ് ചെയ്യാറുണ്ട്, ബെൻസി ഞങ്ങളുടെ സെയിം സ്വഭാവമാണെന്ന് തോന്നുന്നു, കയ്യിൽ എന്തൊക്കെ കിട്ടുന്നോ അതൊക്കെ ഇട്ട് കറികളും തോരനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെയാണെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇത് അടുപ്പിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ പരിപ്പും ഇത്തിരി പച്ചമുളകും കൂടി ഒന്ന് വേവാനായിട്ട് ഇട്ടിട്ടുണ്ട്. മറ്റൊന്നും അല്ല, ആ സമയം കൊണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുക്കാമല്ലോ, എന്നാൽ അത്രയും സമയം കൊണ്ട് പരിപ്പ് കിടന്നങ്ങ് വെന്തോളൂ, അതിനുവേണ്ടി ചെയ്തതാണ്. അടുപ്പിൽ ഓൾറെഡി തീയും ഉണ്ട്. കഷ്ണങ്ങളൊക്കെ ആയിട്ട് അഫ്കോഴ്സ് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ട് അയ്യേ പാവയ്ക്ക ഒന്ന് ചിന്തിക്കേണ്ട, സത്യമായിട്ടും അധികം കയ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നല്ല രീതിയിലുള്ള സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം, അതിൻ്റെ ലിങ്ക്. അപ്പോൾ പാവയ്ക്ക എടുത്തിട്ടുണ്ട്, സവോള, കിഴങ്ങ്, വെണ്ടയ്ക്ക, പിന്നെന്താണ് എടുത്തിരിക്കുന്നത്, തക്കാളി, ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്ത ശേഷം ആ വെന്ത് കിടക്കുന്ന പരിപ്പിനകത്തോട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. കഷ്ണങ്ങളൊക്കെ ഇട്ട് വന്നപ്പോൾ കലം നിറഞ്ഞു കേട്ടോ. പിന്നെ അത് കട്ടിയായിട്ട് കിടക്കുന്ന കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ, വെന്തുടയുന്നതാണല്ലോ, അപ്പോൾ അങ്ങനത്തെ കാണുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ കട്ടക്കായം ഉണ്ട്. അപ്പോൾ ഈ കട്ടക്കായം തന്നെ ഞാൻ കുറച്ച് പൊടിച്ചും വെച്ചിട്ടുണ്ട്. അത്യാവശ്യം പൊടി ഇടേണ്ട കാര്യങ്ങൾക്ക് വേണമല്ലോ, അല്ലാതെ ഇങ്ങനെ ഇടേണ്ടതിന് ഈ കട്ടക്കായം തന്നെ ഇടുന്നേ. ആ വെള്ളത്തിൽ കിടന്നതങ്ങ് അലിഞ്ഞോളും. അപ്പോൾ ഈ കഷ്ണങ്ങൾ നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പോൾ കഷ്ണം പകുതി വേവുമ്പോൾ നമുക്ക് പിഴിപുളി ഇടണം. ഇച്ചിരി പുളി കൂടുതൽ വേണം നമുക്ക്, കാരണം പാവയ്ക്കയുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ. അപ്പോൾ അതൊന്ന് കുതിരാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിടാം. ഇത് നല്ല മെൽറ്റായിട്ടുള്ള പുളിയാണ്, കട്ടിയില്ല, എങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ചിടുകയാണേ. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് ശരിയാക്കണം. നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ചെയ്യുന്നത്. ലേശം എണ്ണ വെച്ച ശേഷം ഒരു സവാള ഇട്ട്, ഒരു സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി, ഒത്തിരി അങ്ങ് മൂക്കണ്ട. അങ്ങനെ ആ പരുവമായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, ഇത് ഇത്രയും ചേർത്ത് നല്ലതുപോലൊന്ന് ആ പച്ചമണം ഒന്ന് മാറണം. അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്ത ശേഷം മാത്രമേ അരയ്ക്കാവേ. തണുത്ത ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പം വെന്ത് കിടക്കുന്ന കഷ്ണങ്ങളിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
ഈ സമയം കൊണ്ട് ഞാൻ അരപ്പ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ വെന്ത് കിടക്കുന്ന കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളയ്ക്കണം, അത്രയേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പും ചേർക്കണേ. കടു താളിക്കേണ്ടവർക്ക് താളിക്കാം. ഞാനിപ്പോൾ തേങ്ങ വറുത്തരച്ചത് കൊണ്ട് കടു താളിക്കുന്നില്ല. ചില നാട്ടിൽ തേങ്ങ വറുത്തരച്ച കറികൾക്ക് കടു താളിക്കാറുണ്ട്, ചിലയിടത്ത് താളിക്കാറില്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സാമ്പാർ റെഡിയായി. അപ്പോൾ തേങ്ങ വറുത്തതിനകത്ത് ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു, അല്ലാതെ കഷ്ണങ്ങളിലും കറിവേപ്പില ഇട്ടിട്ടുണ്ടേ. അപ്പോൾ അതാ ചീരത്തോരൻ വെക്കാനായിട്ട് സവാള അരിഞ്ഞിട്ടുണ്ട്, പച്ചമുളക്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചീരത്തോരനിൽ ഞാൻ പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിടുന്നേ. പിന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി തോരൻ വെക്കാനായിട്ട് പാത്രം വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ആ വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് ഒരു അരഭാഗം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ചീരത്തോരൻ പല രീതിയിൽ വെക്കാറുണ്ട്. ഓരോ സമയത്തെ മൂടനുസരിച്ചാണ് ഞാൻ ഓരോ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴളുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഈ ചീരയുടെ തണ്ടും നല്ല കിളുന്ത്, അതായത് എന്താ പറയുന്നത്, മുറ്റാത്ത തണ്ടായിരുന്നേ. അപ്പോൾ അതും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇലയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴട്ടാം. അതായത് എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഏകദേശം വഴണ്ട് വരുമ്പോൾ മസാലയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് എല്ലാം ഇതിനകത്ത് തന്നെ അരിഞ്ഞിട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ബാക്കി എന്ന് പറയുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ. അതുകൂടെ അതിനകത്തോട്ടിട്ട് ഒന്ന് നന്നായിട്ട് തട്ടിപ്പൊത്തി എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഒന്ന് അടച്ചു വെക്കാം. ചീരത്തോരന് ഞാൻ ലാസ്റ്റിലെ ഉപ്പ് ചേർക്കാറുള്ളൂ, ആദ്യം ഉപ്പ് ചേർക്കാറില്ല. ആദ്യം എണ്ണയ്ക്കകത്ത് കിടന്ന ഇലയുടെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയ ശേഷം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ തോരൻ ഒട്ടും വെള്ളമയമില്ലാതെ നന്നായിട്ടിരിക്കും. ഇപ്പോൾ നന്നായിട്ട് വഴണ്ട ശേഷം മസാല ഇട്ട് കൊടുത്തായിരുന്നു. അതിന് ശേഷം മസാലയിൽ നിന്നൊക്കെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ചീരത്തോരൻ എന്നൊക്കെ പറയുന്നത് വെറും ഒരു 2 മിനിറ്റ് സംഭവമേ ഉള്ളൂ, 2-3 മിനിറ്റ്, അതിൽ കൂടുതൽ ഒട്ടുമേ വേണ്ട. അപ്പോൾ നിമിഷ നേരം കൊണ്ട് നമ്മുടെ തോരനും റെഡിയായി. അപ്പോൾ ഈ വ്ളോഗുകളിലെ കറികൾ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെന്തുകൊണ്ടിരുന്ന സമയം ഈ തേങ്ങ വറുത്തു, ആ സമയം തന്നെ തൊട്ടപ്പുറത്തെ അടുപ്പിലാണ് ചീര തോരൻ വെച്ചത്. അപ്പോൾ അങ്ങനെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ചിലപ്പോൾ നഷ്ടപ്പെടും. തോരൻ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനകത്ത് ലാഗ് വരുമല്ലോ. അതിനുവേണ്ടിയാണ് കറി ചെയ്യുമ്പോൾ കറി മാത്രമായിട്ട് മൊത്തത്തിൽ കാണിക്കുന്നതും തോരനായിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് കാണിക്കുന്നതും കേട്ടോ. കാരണം ഒരേ സമയം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്, പല ക്ലിപ്സാണ്. അപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആ ക്ലിപ്സ് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് ഒരു റെസിപ്പി ആയിട്ട് അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ചോറ്, പാവയ്ക്ക സാമ്പാർ, ചീരയില തോരൻ, പിന്നെ അച്ചാറ്. ഉണക്കമീൻ വറുത്തത് ഇന്നലത്തെയാണ്. കാരണം ഉണക്കമീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതൽ അങ്ങ് ഫ്രൈ ചെയ്ത് വെക്കും. അപ്പോൾ ഓരോ ദിവസവും വീട്ടിനകത്ത് അതിൻ്റെ സ്മെല്ലാക്കണ്ടല്ലോ. എത്രയൊക്കെയാണെങ്കിലും ഉണക്കമീൻ വറക്കുമ്പോൾ റൂമിനകത്ത് കുറച്ചൊക്കെ സ്മെല്ല് വരുമേ. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നതാണ്, ചേച്ചി ഉണക്കമീനകത്ത് എന്താണ് മസാല പുരട്ടി വറക്കുന്നതല്ലേ നല്ലതെന്ന്. അപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ. ഇവിടെ അങ്ങനെ മസാല പുരട്ടി ചെയ്യുന്നതിനോട് താല്പര്യമില്ല കേട്ടോ. പ്ലെയിനായിട്ട് ഉണക്കമീൻ ഫ്രൈ ചെയ്യുന്നതാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എന്തുണ്ടെങ്കിലും കമൻ്റ് ഇട്ട് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. കുറേ പേര് കഴിഞ്ഞ വർഷം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഷെയർ ചെയ്തതാണോ അതിനി വ്ളോഗിൽ പറഞ്ഞതാണോ എന്നറിയില്ല, അത് ഓർത്ത് വെച്ചിട്ട് അങ്ങനെ വാട്സാപ്പിൽ വിഷ് ചെയ്തവരുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.